ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ത്യ ഇംഗ്ലണ്ട് 5ാം ടെസ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. 75-ന് 2 എന്ന നിലയിൽ ബാറ്റിംഗ് പുനരാരംഭിച്ച ഇന്ത്യ ഇന്നലെ 396-ന് പുറത്താവുകയാണ് ഉണ്ടായത്. ജയ്സ്വാൾ സെഞ്ചുറി നേടി സീരീസ് അവസാനിപ്പിച്ചപ്പോൾ നൈറ്റ് ബാറ്റ്സ്മാനായി വന്ന ആകാശ് ദീപ് 66-ഉം ജഡേജ, സുന്ദർ എന്നിവർ 50-യും നേടി. ഇതോടെ 374 റൺസിന്റെ ടാർഗറ്റ് ഇന്ത്യ ഇംഗ്ലണ്ടിന് കൊടുത്തു. മറുപടി ബാറ്റിംഗിൽ 50-1 എന്ന നിലയിലാണ് ഇംഗ്ലണ്ട്. ഡക്കറ്റ് ഇന്ന് ഏർലി മോർണിംഗ് സെഷനിൽ കീ വിക്കറ്റ് ആയിരിക്കും. ഇന്ന് തന്നെ മിക്കവാറും കളി തീരാനുള്ള ചാൻസാണ് കാണുന്നത്. അത് ആര് ജയിക്കുവാണെങ്കിലും സീരീസ് ഡ്രോ ചെയ്യാനുള്ള വലിയ ചാൻസ് ഇന്ത്യക്ക് മുന്നിലുണ്ട്. അതങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതോടൊപ്പം ടെസ്റ്റിന്റെ ആദ്യ ദിവസം തന്നെ മത്സരത്തിൽ ഇല്ലാതിരുന്ന ബുംറയെ ഇന്ത്യൻ ടീമിൽ നിന്നും റിലീസ് ചെയ്തിരുന്നു. എയർലി റിപ്പോർട്ട്സ് പ്രകാരം ഏഷ്യ കപ്പിൽ ബുംറ ഉണ്ടാകില്ല എന്ന ന്യൂസ് തന്നെയാണ് ശക്തമായി കാണുന്നത്. താരത്തിന്റെ വർക്ക് ലോഡ് മാനേജ് ചെയ്യാനാണ് ഈ നീക്കം. ഏഷ്യ കപ്പ് UAE-യിലായതുകൊണ്ട് തന്നെ സ്പിന്നേഴ്സ് ആയിരിക്കും ഫോക്കസിലുള്ളത്. സോ ബുംറയ്ക്ക് ഈസിയായി റെസ്റ്റ് കൊടുക്കാം. ലാസ്റ്റ് ചാമ്പ്യൻസ് ട്രോഫി തന്നെ ഇതിന്റെ സിമ്പിൾ എക്സാമ്പിൾ ആണ്. ബുംറ ഇല്ലാതിരുന്നിട്ടും സ്പിന്നേഴ്സിന്റെ മികവ് കൊണ്ട് ടൂർണമെന്റ് അടിക്കാൻ ഇന്ത്യക്ക് പറ്റി. അടുത്ത അപ്ഡേറ്റ് നടരാജനുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ സീസണിൽ ഡൽഹിയുടെ തുടക്ക മത്സരങ്ങളിൽ പരിക്ക് മൂലവും പിന്നീട് ടീം കോമ്പിനേഷൻ മൂലവും അത്രയധികം അവസരങ്ങൾ നടരാജന് കിട്ടിയിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം സൂപ്പർ കിങ്സ് അക്കാദമിയിൽ നടരാജൻ CSK ജേഴ്സിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന പിക്ക് താരം പങ്കുവച്ചതോടെ താരം CSKയിലേക്ക് പോകുമോ എന്ന സ്പെക്കുലേഷൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് സ്പെക്കുലേഷനായി തന്നെ തുടരാൻ തന്നെയാണ് കൂടുതൽ ചാൻസ്.